ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് അപ്പോസ്തലൻ കടന്നു പോകുന്നു. അതിന് മുഖാന്തരമായ പശ്ചാത്തലം നമുക്ക് വായിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ജാതി സ്പിരിറ്റുള്ള ഒരു മനുഷ്യനായിട്ടാണ് പത്രോസിനെ നമ്മൾ കാണുന്നത്. യഹൂദ ജനം ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. അപ്പോൾ മറ്റുള്ളവരെ വേറൊരു മനസ്സോടെയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു ചിന്ത മാറ്റാനായി തന്നെ കർത്താവ് തനിക്കൊരു ദർശനം നൽകുന്നതായിട്ട് നമ്മൾ 10-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുപ്പട്ടി നിറയെ മലിനവും ശുദ്ധവുമായ ജീവികളെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. 3 പ്രാവശ്യം ആ കാഴ്ച ഉണ്ടാകുന്നു. അവസാനം പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് പറയരുത്. തുടർന്നാണ് കൊർന്നേലിയോസിന്റെ ഭൃത്യന്മാർ പത്രോസിന്റെ കാണുവാനായി വരുന്നത്. കൊർന്നേലിയോസിനെ കുറിച്ച് പറയുമ്പോൾ 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. വീണ്ടും 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർന്നേലിയോസ് എന്ന ശതാധിപൻ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിലീജിയസ് ലൈഫ് നടത്തിയ ഒരു മനുഷ്യനാണ് കൊർന്നേലിയോസ്. അപ്പോൾ ദൈവഭയമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുള്ള ആളുകളുടെ മുമ്പിൽ ആളുകളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നീതിമാനായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. എല്ലാവരും നല്ല സാക്ഷ്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പോരെ സ്വർഗത്തിൽ പോകാനായിട്ട് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ദാനധർമ്മങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ എത്തിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം എത്തണമെങ്കിൽ താൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനായി തീരണം. അത് ദൈവത്തിനറിയാം. തൻ്റെ നല്ല മനസ്സിനെ ദൈവം ആദരിച്ചിട്ട് ആണ് പത്രോസിനെ അങ്ങോട്ട് അയക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് ദൈവശാസ്ത്രം പറയുന്നത് ജാതികളുടെ പെന്തക്കോസ്ത് എന്നാണ്. കാരണം യഹൂദന്മാരല്ലാത്തവരിലേക്ക് സുവിശേഷം എത്തിച്ചേരുന്നു. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അത് ഒരു കാണുന്നതും കേൾക്കുന്നതുമായ ഒരു സംഭവമായി മാറിയിരിക്കുന്നു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പോൾ ഇത് യഹൂദന്മാർക്ക് വേണ്ടി ഉള്ളത് മാത്രമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ അത് ജാതികളുടെ മേലും പകർന്നു.
സുവിശേഷം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. സകല മനുഷ്യരോടും സുവിശേഷം അറിയിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഇന്ന് അധികവും കേൾക്കുന്നത്. ദൈവത്തെ ആരാധിക്കണം. പക്ഷേ തിരുവചനത്തിൽ നമ്മെ പുതിയ നിയമസഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യം ആരാധന മാത്രമല്ല, അറിയുന്ന ആ സുവിശേഷത്തിന്റെ സത്യം അറിയിക്കുക എന്നുള്ളതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 46 47 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 46-47. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ. യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. സുവിശേഷം സകല ജാതികളെയും അറിയിക്കേണ്ടതാണ്. അവരറിഞ്ഞിരിക്കണം. അറിയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. പത്രോസ് ചെറിയൊരു പ്രസംഗം ചെയ്തതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളുള്ളൂ. ക്രിസ്തു ആരാണ് എന്ന് താൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. നീണ്ട പ്രസംഗം ആയിരുന്നില്ല, പക്ഷേ താൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പോലും അനേകർക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പില്ല. ഒരു റിലീജിയസ് ഫെയ്ത്ത് ഉണ്ട്, വിശ്വാസമുണ്ട്, പക്ഷേ ജീവൻ പ്രാപിച്ചോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൃപാപരമായ നിത്യജീവൻ പ്രാപിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ അനുഭവത്തിലേക്ക് അനേകരും വന്നെത്തിയിട്ടില്ല. ഒരു പാഷൻ വീക്ക് കൂടെ വരുന്നു. അനേകർ ലോകം മുഴുവനും പാരമ്പര്യമുള്ള സഭകളെല്ലാം യേശു കർത്താവിൻ്റെ ക്രൂശുമരണവും അതുമായി ബന്ധപ്പെട്ടതും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം ധ്യാനിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇതെല്ലാം ഒരു ഇൻഫർമേഷൻ നൽകുന്നതാണോ, അതോ വാസ്തവമായ ഒരു ട്രാൻസ്ഫോർമേഷൻ നൽകുന്നുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അറിവ് നേടുന്നത് മാത്രമാണോ, അതോ മനുഷ്യനിൽ അത് രൂപാന്തരം ഉളവാക്കുന്നുവോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കർത്താവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകാശിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സഭകളിൽ കൂടി വരുന്ന ബഹുഭൂരിപക്ഷം പേരും അവർ വിചാരിക്കും ഞങ്ങളെല്ലാവരും വിശ്വാസികളാണ്, ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. അപ്പോൾ ആ നടത്തുന്നതിൻ്റെ സ്തോത്രമായി ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നു, ഞങ്ങൾ സ്തോത്ര കാഴ്ചയും അതുപോലുള്ള നേർച്ചകളും കാഴ്ചകളും എല്ലാം അർപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവർ മാത്രമെന്നാണ് ചിന്ത. ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും മാത്രം വിളിക്കപ്പെട്ടവരാണെന്നൊരു ചിന്തയാണ് അനേകരെ ഭരിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ വാസ്തവമായി ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നു, ദൈവം ഞങ്ങളെ നടത്തുന്നു. ഈ ഒരു ചിന്തയിൽ ഒതുങ്ങി നിൽക്കുന്നില്ലേ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സഭയിലെ എല്ലാ അംഗങ്ങളും ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അത് ഏതോ ചിലരെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്നതല്ല. ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ഓരോ വ്യക്തിയും ഓരോ മിഷണറിയാണ്. ഈ സുവിശേഷം അറിയിക്കുവാനായി നിയോഗിക്കപ്പെട്ട ആളാണ്. ഈ സുവിശേഷം യാഥാർത്ഥ്യമായി മനസ്സിലാക്കാത്ത, അനുഭവിക്കാത്ത ഓരോ വ്യക്തിയും അത്
നമ്മുടെ മിഷൻ ഫീൽഡാണ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഈ സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരുണ്ടാവും, അനുഭവിക്കാത്തവരുണ്ടാകും. നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വടക്കേ ഇന്ത്യയിൽ തന്നെ പോകണമെന്നില്ല. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു വലിയൊരു ചുമതല നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നാം എത്രമാത്രം അതിൽ വിശ്വസ്തരായിരിക്കുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് നാം ഓഹരിക്കാരാകുമോ? കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് എടുക്കുമ്പോൾ, ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരാൾ എൻ്റെ അനുഭവം പങ്കിട്ടു. തനിക്ക് നന്നായി അറിയാവുന്ന ഒരു അധ്യാപിക റിട്ടയർഡായി, അവർ രോഗിയായി, നല്ല പാട്ടും പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഉള്ള ലേഡിയാണ്. അവരെ ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ICUവിലായിരിക്കുമ്പോൾ അവരൊരു ദർശനം കാണിക്കാൻ, അവർ മരിച്ച് അവർ നിത്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് അവർക്ക് ഉണ്ടായത്. വളരെ പ്രകാശമെല്ലാം നിറഞ്ഞ ഒരു സ്ഥലം. അനേകരങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിത്യതയിൽ. പെട്ടെന്ന് താൻ ശ്രദ്ധിച്ചു, തനിക്കറിയാവുന്ന ഒരു സ്ത്രീ വരുന്നതായിട്ട് തനിക്ക് മനസ്സിലായി. അവരുടെ കയ്യിൽ നിറച്ച് നെൽക്കതിറുകൾ ഉണ്ട്. ഇവരുടെ കയ്യിലൊന്നുമില്ല. അതുപോലെ വരുന്ന പലരുടെയും കയ്യിൽ ഇതുപോലെ നെൽക്കതിറുകൾ ഉണ്ട്. ആ സ്ത്രീയെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, പാളയം മാർക്കറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ നിന്ന് ട്രാക്റ്റും എല്ലാം കൊടുക്കുന്ന ഒരു ലേഡിയായിരുന്നു. അപ്പോൾ ഇവരെ തന്നെ നോക്കിയപ്പോൾ, അയ്യോ, ഞാൻ അകത്തേക്ക് പ്രവേശിക്കപ്പെടുമോ? എൻ്റെ കൈവശം ഒരു നെന്മണി പോലും ഇല്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർ ആരോടോ ചോദിച്ചു പറഞ്ഞത് ആത്മാക്കളെ നേടിയതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവരുടെ കയ്യിലിരിക്കുന്ന ഈ നെന്മണികൾ. അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അവർ നിലവിളിച്ച് കരയാൻ തുടങ്ങി, കർത്താവ്, എനിക്ക് ഒരു അവസരം കൂടെ തരണമേ, എൻ്റെ ജീവൻ മടക്കി തന്നാൽ ഈ സത്യസുവിശേഷം ഇത് ഞാൻ മറ്റുള്ള അനേകരോട് ഞാൻ പറയും എന്ന് പറഞ്ഞവർ നിലവിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ബോധാവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷമാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇത് ഒരുപക്ഷെ ദൈവാനുഭവം ഇല്ലാത്തവർക്ക് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയത്തില്ല. കാരണം ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നാം ലജ്ജിതരാകാതെ നിൽക്കണമെന്നാണ് കർത്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എൻ്റെ വചന നിമിത്തം ആരെങ്കിലും നാണിച്ചാൽ ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ പേര് പറയുന്നതിൽ ഞാൻ നാണിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. നിരവധി വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടതിന് നമ്മുടെ അകത്തെ മനുഷ്യൻ എപ്രകാരമായിരിക്കുന്നു, ഇന്നർ മാൻ, നമ്മുടെ ആത്മാവ് എപ്രകാരമായിരിക്കുന്നു എന്ന് വളരെ വേഗത്തിലൊന്ന് നമുക്ക് ശ്രദ്ധിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്ന അകമനുഷ്യൻ്റെ കാഴ്ചപ്പാട്, കണ്ണ്, കാഴ്ച എപ്രകാരം ഇരിക്കുന്നു നോക്കുക. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് വളരെ സുപരിതമായ സംഭവം ഉള്ള ഒരു അധ്യായമാണ്. അതിൻ്റെ 35-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. യോഹന്നാൻ 4:35. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ, സംഭവം നമുക്കറിയാം. യേശു ശമര്യക്കാരി സ്ത്രീയുമായി സംസാരിക്കുന്നു. അവളുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടുന്നു.
അപ്പോൾ ക്രിസ്തു മശിഹയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. അവൾ വെള്ളം കോരാനായിട്ട് വന്നവളാണെങ്കിലും അവൾ പാത്രം അവിടെ വെച്ചിട്ട് ഓടി പോയി പറയുക, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ, അവൻ മശിഹയായിരിക്കും. അപ്പോൾ ശിഷ്യന്മാര് വാസ്തവത്തിൽ യേശുവിന് ഭക്ഷണം വാങ്ങാനായി പോയിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ യേശു അത്ര ഭക്ഷണത്തിന് വലിയ ആർത്തി കാണിക്കുന്നില്ല. അപ്പോൾ വിചാരിച്ചു ആരെങ്കിലും ഭക്ഷണം കൊടുത്തു കാണും എന്ന് അവർ കരുതിയാണ്. അതിനുള്ള യേശുവിൻ്റെ മറുപടിയാണ്, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട്. എൻ്റെ പിതാവ് എന്നെ അയച്ച പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിനിപ്പോഴേ വെളുത്തിരിക്കുന്ന നിങ്ങൾ കാണും. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റും മാത്രം നോക്കുന്നു, നമ്മിലേക്ക് നോക്കുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കുന്നു. നാശത്തിലേക്ക് പോകുന്ന, പാഞ്ഞുകൊണ്ടിരിക്കുന്ന, നിത്യ നരകത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആശ്വാസത്തിനായി സുവിശേഷത്തിനായി ദാഹിക്കുന്ന വ്യക്തികളെ കാണാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണ് കുരുടായി പോയിട്ടുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കണം. സഭയെക്കുറിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്ന ഒരു പ്രസ്താവന നമുക്കറിയാവുന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ലവോദിക്ക സഭ പറയുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കും, എനിക്കൊന്നിനും മുട്ടില്ല എന്നാണ്. പക്ഷേ സഭയുടെ നാഥനും കർത്താവുമായവൻ പറയുന്നു, നീ നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ എന്ന് നീ അറിയുന്നില്ല. നിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് നീ അറിയുന്നില്ല. ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി എന്ന് അറിയാൻ കഴിയാതെ വണ്ണം പിശാച് വഞ്ചിച്ചു വെച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:4 സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നതാണ്. ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ സാക്ഷാൽ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സുവിശേഷം ഒരു മതമല്ല. സുവിശേഷം നിത്യതയ്ക്കായി മനുഷ്യനെ ഒരുക്കുന്ന, അവന് അവകാശമായി വെച്ചിരിക്കുന്ന നഷ്ടപ്പെട്ടുപോയ തേജസ്സിനെ തിരിച്ചു നൽകുന്നതാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണമായി പോകുന്നു. ഇവിടെ ഒരു സംഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള കാര്യമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ. അവിടെ ഒരു കുരുടനായ വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു. അവനോട് ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു? അവൻ പറയുന്നു, ഞാൻ മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നു. യേശു അവനെ ശാസിച്ചില്ല. എന്താ നിനക്ക് വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞൊന്നും അവനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചില്ല. അവിടെ പറഞ്ഞു, യേശു അവനെ വീണ്ടും ഒന്നുകൂടെ തൊട്ടപ്പോൾ അവൻ പറയുകയാണ്, എനിക്കിപ്പോൾ എല്ലാം സ്പഷ്ടമായി കാണുന്നു. ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ സ്പർശനം നാം ഒരിക്കൽ അനുഭവിച്ചവരാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ വ്യക്തമായി കാര്യങ്ങൾ കാണേണ്ടതിന് എന്നെ ഒന്നുകൂടെ അവിടുന്ന് സ്പർശിക്കണമേ. ഈ ലോകമായയിൽ കാലം കഴിച്ചു ഞാൻ, മേലോകത്തെ മറന്നേൻ. ഭക്തൻ പാടിയ പാട്ടാണ്. കണ്ണുകൾ യേശുവെ കണ്ട ദിനം മുതൽ മണ്ണിൻ മഹിമകൾ വെടിഞ്ഞൂന്ന് എല്ലാം തുടങ്ങിയെങ്കിലും പലതുകൊണ്ടും എൻ്റെ ആത്മീയ ദൃഷ്ടിക്ക് മങ്ങലേൽപ്പിക്കപ്പെട്ടു. സത്യം തുറന്നു പറയുക. കർത്താവ് സത്യം തുറന്നു പറയുന്നതിൽ കർത്താവിന് യാതൊരു പ്രശ്നമില്ല. ആ കുരുടന് യേശു തൊട്ടതാണ്. യേശു തൊട്ടിട്ട് അവന് കാഴ്ച ശരിയായില്ല. അവൻ അതുപോലെ പറഞ്ഞു വിശ്വാസത്തോടെ, എനിക്കെല്ലാം ഓക്കെ എന്ന് അവൻ പറഞ്ഞില്ല. ഉള്ളത് പറഞ്ഞപ്പോൾ വീണ്ടും കർത്താവിനെ സ്പർശിക്കുകയാണ്. രണ്ടാമത്തെ ഒരു സ്പർശനം. ഇത് വാസ്തവമായി ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ശമരിയക്കാരത്തി സ്ത്രീക്കും അതാണുണ്ട്. യേശുവായിട്ട് ഇത്രയും നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ആരാണെന്ന്
അവൾക്ക് കാഴ്ചപ്പാട് അവൾക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവിടെ യോഹന്നാന്റെ സുവിശേഷം 4:26 28 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, അത് ജസ്റ്റ് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 4:26 28. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മിശിഹ എന്ന് പറഞ്ഞു. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന 28. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുകയും. കാഴ്ച ശരിയായി കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ വന്ന ആളാണ്. കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ട് പോവാം, നമുക്ക് വെള്ളവും കൂടെ ഇനിയും ഒരു വരെ കൂടെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതല്ല. അവിടെ പിന്നെ പ്രയോറിറ്റിക്ക് മാറ്റം സംഭവിക്കും. പാത്രം അവിടെ വെച്ചിട്ട് ഓടി, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ ഒരു പക്ഷേ ക്രിസ്തുവായിരിക്കും. ചെയ്തത് നല്ല കാര്യമൊന്നുമല്ല. തനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതും ഭർത്താവല്ല. നമുക്ക് ആ വിഷയം ഒരുപാട് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശകലനം ചെയ്യുന്നില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്പർശനം അവിടെ ഉണ്ടായപ്പോൾ അവൾ ബാക്കിയുള്ളതെല്ലാം മറന്നു. തൻ്റെ പട്ടണത്തിലുള്ളവർ ഈ സത്യം അറിയണം എന്നുള്ള വലിയ വാഞ്ച ആണ് ആദ്യം അവളെ ഭരിച്ചത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതാണ് സംഭവിക്കുന്നതെന്ന് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അത് ഈ ദിവസങ്ങളിൽ അത് ഉണ്ടായേ മതിയാവും. കാരണം അത്രമാത്രം നമ്മുടെ ദേശം ദിനം പ്രതി അധർമ്മത്തിലും അക്രമങ്ങളിലും പെരുകിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് സമാധാനം നൽകുവാനായി കഴിയത്തുള്ളൂ. രണ്ടാമതായി, നമ്മുടെ ചെവി എപ്രകാരം ഇരിക്കുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കണ്ണ്, ചെവി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു കർത്താവ് വചനത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം, വചനത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞ ശേഷം താൻ പറയുകയാണ്. ലൂക്കോസ് 8:18. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് വളരെ പ്രധാനമായിട്ടാണ്. നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് സൂക്ഷിച്ചു കൊള്ളണം. 12-ാം വാക്യം മുതൽ നമ്മളിവിടെ വചന കേൾവിയെ കുറിച്ചാണ് പറയുന്നത്. വഴിയിലുള്ളവർ വചനം കേൾക്കുന്നവരെങ്കിലും, പാറസ്ഥലത്തുള്ളവർ വചനം കേൾക്കുന്നവരെങ്കിലും, മുള്ളിനിടയിൽ വീണതോ വചനം കേൾക്കുന്നവരെങ്കിലും, നല്ല നിലത്ത് വീണതോ വചനം കേൾക്കുന്നവരെങ്കിലും. എല്ലാവരും കേട്ടതാണ്. കേട്ടിട്ടുള്ള ഫലമാണ് വളരെ പ്രധാനപ്പെട്ടത്. വഴിയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് വന്ന് ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയും. വചനം മോഷ്ടിക്കുന്ന പിശാച്, നോക്കണേ, ഹൃദയത്തിൽ നിന്ന് വചനം മോഷ്ടിക്കുന്നു. പാറസ്ഥലത്തുള്ളതോ കേൾക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തോടെ കേൾക്കുന്നു. പക്ഷേ വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോകുന്നു. മുള്ളിനിടയിൽ വീണതോ കേട്ടപ്പോൾ സന്തോഷത്തോടെ കേട്ടു, പക്ഷെ പോയിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഇപ്രകാരമൊക്കെ ജീവിക്കാൻ പറ്റുമോ? അവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, കാരണങ്ങൾ. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും, അവര് ചിന്തിക്കുന്നവരാണ്, പോയി ചിന്തിച്ചു. പിന്നെ ധനത്താലും, സംസാരം, ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളെ അതിനെല്ലാം കുറിച്ച് അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞെരുങ്ങി. പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. ചെറിയൊരു ഫലമൊക്കെ ഉണ്ട്, പക്ഷെ പൂർണ്ണ ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. നല്ല നിലത്ത് വീണതോ നല്ല ഹൃദയത്തിൽ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച് ക്ഷമയോടെ ഫലം കൊടുക്കും.
അതാണ് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവമക്കൾ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുവാൻ പ്രാപ്തിയുള്ളതായി അവരുടെ ചെവി ട്യൂൺ ചെയ്തിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 9, 10 വാക്യങ്ങളിൽ അവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 9, 10. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെന്ന് നീ മെക്കദോന്യയിലേക്ക് കടന്നു വന്നു ഞങ്ങളെ സഹായിക്കുക തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അപ്പൊ കാഴ്ചയും കേൾവിയും ദൈവത്തിന്റെ ആത്മാവിന് ഉപയോഗിക്കുവാൻ കഴിയത്തക്കവണ്ണം താൻ സമർപ്പിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഞങ്ങളെ വന്ന് സഹായിക്കുക എന്ന് പറയുന്ന ഒരു ദർശനം. നമ്മുടെ ചുറ്റും അനേകർക്ക് ഇതുപോലെ സഹായിക്കുക എന്ന് പറയും നിലവിളിക്കുന്ന നിലവിളികളുണ്ട്. പക്ഷെ അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കേൾപ്പിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവശബ്ദം കേൾക്കുവാൻ, ചുറ്റുമുള്ള ആളുകളുടെ നിലവിളി കേൾക്കുവാൻ, സുവിശേഷത്തിനായിട്ടുള്ള അവരുടെ വാഞ്ച അത് കേൾക്കുവാൻ, അത് ദൈവം നമ്മെ കേൾപ്പിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. രണ്ടാമതായി നമ്മൾ കാണുന്ന അത് കർത്താവിൻ്റെ ആഹ്വാനം തന്നെയാണ്. അവിടെ പച്ച കത്തിക്കിടക്കുകയാണ്, ഇതുവരെ അത് റെഡായിട്ടില്ല. എന്താണ്? പോകുവിൻ, സകല ജാതികളോടും സുവിശേഷം അറിയിപ്പീൻ, സകല ജാതികളോട് സുവിശേഷം അറിയിപ്പിൻ. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ഗ്രേറ്റ് കമ്മീഷനാണ്. അതിന് പ്രത്യേക ഇനി വിടിയില്ല. കാരണം നാശത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ വലിച്ചെടുക്കാൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. നമ്മുടെ വീട്ടിനടുത്ത് ഒരു വീട് കത്തുകയാണെന്ന് വിചാരിക്കുക, തീപിടുത്തം ഉണ്ടായി. അതറിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തു നിന്നുള്ള ആളുകളെല്ലാം ഓടുകയാണ്. ചിലര് ബക്കറ്റിൽ വെള്ളമായിട്ട് ഓടുന്നു, ചിലർ പച്ച ഓലയൊക്കെ എവിടെ വാഴയിലൊക്കെ വെട്ടിയ അത് ഓടുന്നു, ചിലർ ഫയർഫോഴ്സിനെ അറിയിക്കുന്നു. ഇങ്ങനെ ബന്ധപ്പെട്ട് അപ്പോൾ ഞാനൊരു ദൈവവേലക്കാരനാണ്, ഞാൻ അയൽവാസിയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ഗേറ്റിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നെല്ലാം നോക്കുകയാണ്. അപ്പോൾ എന്നെ പരിചയമുള്ള ഒരാൾ വന്ന് പറയുന്നു, സാർ അറിഞ്ഞില്ല അപ്പോഴത്തെ വീട് എത്തി. ഞാൻ അറിഞ്ഞു, പക്ഷേ പോകാനായിട്ട് എനിക്കൊരു നടത്തിപ്പില്ല, എനിക്കൊരു നിയോഗമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? എന്നെക്കുറിച്ച് എന്തായിരിക്കും ആളുകൾ പോലും ചിന്തിക്കുന്നത്? ദൈവമക്കളാണെങ്കിൽ ആത്മീകമായി നരകാഗ്നിയിലേക്ക് പോകുന്ന ആ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം നാം എത്രമാത്രം ഗൗരവമായി കാണേണ്ടിയിരിക്കുന്നു. അടുത്ത വിളി താഴെ നിന്നാണ് എന്ന് പറഞ്ഞാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 25 വരെ യേശു പറഞ്ഞ ഒരു സംഭവമാണ്. ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. ധനവാന് നല്ല അടക്ക ശുശ്രൂഷ കിട്ടി, പക്ഷെ അദ്ദേഹം പോയത് പാതാളത്തിലേക്ക്, യാതനാസ്ഥലത്തിലാണ്. അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ആദ്യം വെള്ളം വേണമെന്ന് പറഞ്ഞു, അത് കിട്ടിയില്ല. അടുത്തവൻ പറയുകയാണ്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് മരിച്ചവരിൽ നിന്ന് ലാസറെയെങ്കിലും അയക്കണമേ. നിലവിളിയാണ്. നരകം ഒരുപാട് ആത്മാർത്ഥമായ പ്രാർത്ഥനകളുടെ നിലവിളികളുടെ സ്ഥലമാണെന്ന കാര്യമാണ് യേശു പറയുന്നത്. ഇവിടെ പ്രാർത്ഥിക്കാത്ത ഒരുപാട് പേർ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. അയ്യോ, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, അയ്യോ ഇവിടെ വരാൻ പാടില്ല, ഞാൻ ഇതെല്ലാം കുറിച്ച് കേട്ടതാണെങ്കിലും ഞാൻ മാനസാന്തരപ്പെട്ടില്ല, ആരെങ്കിലും ചെന്ന് പറഞ്ഞെങ്കിൽ അവർ മാനസാന്തരപ്പെടുമായിരുന്നല്ലോ എന്നുള്ള നിലവിളി. ഇതും നാം കേൾക്കേണ്ട നിലവിളിയാണ്. അവിടെ മറുപടി മരിച്ച ഒരാളിനെ അയക്കുമെന്നല്ല. മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ട്. അവരുടെ വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തും ചെന്നാലും മാനസാന്തരപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം, മനുഷ്യൻ്റെ ശബ്ദം
യേശു ഇല്ലാതെ ഈ ലോകം വിട്ട് പോയ ജീവിതങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ സ്പിരിച്വലി നമ്മുടെ ചെവി വളരെ ഗൗരവമായി തുറന്നിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്ത് നമ്മുടെ കരങ്ങളാണ്. നമ്മുടെ കരങ്ങൾ യേശു കർത്താവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. യേശു പലരെയും തൊട്ടു. യേശു തൊട്ടത് കണ്ടപ്പോൾ പലർക്കും അസ്വസ്ഥ തോന്നി. ഇവനെ കുഷ്ഠരോഗിയെ തൊടുന്നു, കുരുടനെ തൊടുന്നു, രോഗിയുടെ മേൽ കൈവയ്ക്കുന്നു. ദൈവമക്കളെ, നമുക്കും ഇത് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾക്ക് വയ്ക്കാൻ വലിയ പേടിയാണ്. നോക്കാം, അവിടെ കർത്താവ് പറയുന്നൊരു സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് അന്ന് പറഞ്ഞത്. അത് അപ്പോസ്തലന്മാരാൽ നടന്നു, ഇന്നും അനേകരാൽ നടക്കുന്നു. കർത്താവ് എന്നെ അതിനായി ഉപയോഗിക്കണമേ, സുവിശേഷത്തിനായി, അങ്ങയുടെ നാമമഹത്വത്തിനായി അനുഗ്രഹിക്കുന്ന കരങ്ങളാക്കി എൻ്റെ കരങ്ങളെ മാറ്റണമേ. പലപ്പോഴും നമ്മൾ കരങ്ങൾ മറിച്ചാണ് പിടിക്കുന്നത്. എപ്പോഴും തരണമേ 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 തരണമേ, അനുഗ്രഹിക്കണം കർത്താവ്, അനുഗ്രഹിക്കണം കർത്താവ്, അനുഗ്രഹിക്കണം കർത്താവ്. ഇല്ല, കരം തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം, കൊടുപ്പാൻ തക്കവണ്ണം കർത്താവ് എന്നെ പ്രാപ്തീകരിക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ ഒരു വാക്യമുണ്ട്. പൗലോസ് പറയുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. പലപ്പോഴും ആ വാക്യം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വാക്യമാണ്. നോക്കാം, അപ്പോസ്തല പ്രവൃത്തികൾ 20:35. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുക. ഇങ്ങനെ പൗലോസ് പറയാണ്, ഞാൻ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഞാൻ പറയുകയാണ്, ഞാൻ ആരുടെയും സ്വർണമോ വെള്ളിയോ വസ്ത്രമോ ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ചെയ്തത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് ബലഹീനരായിരിക്കുന്നവരിന്ന് പോലും ചൂഷണം ചെയ്യുന്നു ആത്മീയതയുടെ പേരിൽ. കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ പലരെയും അത് ചൂഷണം ചെയ്യുന്ന ഒരു മേഖലയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇല്ല, കർത്താവ് പറയുന്നത് നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതായിരിക്കണം. എപ്പോഴും ഒരു യാചകനായിരിക്കാൻ പാടില്ല. അനുഗ്രഹിക്കണം കർത്താവ്, അനുഗ്രഹിക്കണം കർത്താവേ എന്ന് മാത്രമല്ല, കർത്താവെ എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. കരങ്ങൾ തിരിച്ചു പിടിക്കുവാൻ തക്കവാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. എന്നിട്ടോട് അബ്രഹാമിനോട് പറഞ്ഞ, നീ ഒരു അനുഗ്രഹമായിരിക്കും, കർത്താവ് എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. അടുത്തതായി നമ്മുടെ ഹൃദയങ്ങൾ, മനസ്സാക്ഷി, അത് അലിയുന്നതായിരിക്കണം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം വളരെ സുപരിതമായ വാക്യമാണ്. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ജീവിതത്തെക്കുറിച്ച് യാതൊരു ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറയുടെ നടുവിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതുപോലെ പാപഭാരം എന്ന് പറഞ്ഞ ഒരു ഭാരമൊന്നും അവർക്കില്ല. അതിനെക്കുറിച്ച് അവർക്ക് ഫീലിംഗ് ഇല്ല. കാരണം അവർ ആത്മീകമായി മരിച്ചവരാണ്. അവർ ഈ ലോകത്തിന് അനുരൂപമായി സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. നിമിഷ നേരം കൊണ്ട് അവർ പാതാളത്തിലേക്ക് പോകുന്നു. ഇന്നും തിരുവനന്തപുരത്ത് ചാക്കയുടെ അടുത്ത് റെയിൽ പാളത്തിലൊരു കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടു. ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. വിവാഹം കഴിഞ്ഞെന്ന് തോന്നുന്നില്ല ആ പടം കണ്ടിട്ട്. ജീവിതത്തിൽ അടിച്ച് പൊളിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുന്നത്, ജോലി കിട്ടുന്നു എങ്കിലും സമാധാനമില്ല, പേടിയാൻ ആരുമില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല, ഉപദേശിക്കാൻ ആരുമില്ല. ഇങ്ങനെയുള്ളൊരു തലമുറ ലക്ഷ്യബോധമില്ലാതെ അതേ എപ്പോഴായാലും മരിക്കണവരെ അടിച്ചു പൊളി ജീവിക്കുന്ന ഒരു തലമുറയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം
അലിയേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള പ്രാർത്ഥനയെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. റോമർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വചനങ്ങളും 9-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങളും. റോമർ 10:1 മുതൽ. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. എൻ്റെ ഹൃദയവാഞ്ച, ദൈവത്തോടുള്ള യാചന സ്വന്തം ചാർച്ചക്കാർക്ക് വേണ്ടിയാണ്, സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ഇനിയും 9-ാം അധ്യായം 1 മുതൽ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കും. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്തൊരു പ്രാർത്ഥനയാണ്! എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഭാഗത്ത് വന്നില്ലെങ്കിൽ, മോശയുടെ രീതി പറഞ്ഞാൽ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ. ആ ഒരു വേദനയോടുകൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നോട് സ്നേഹം കാണിക്കുന്നവർ, എന്നെ വിശ്വസിച്ചവർ, ഈ സുവിശേഷത്തിന്റെ സത്യത്തിൽ അവർക്ക് ഒരു സന്തോഷമില്ല. അവർ ഈ സന്തോഷം അവർ പ്രാപിച്ചിട്ടില്ല. രക്ഷയുടെ സന്തോഷം പ്രാപിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം പ്രാപിച്ചിട്ടില്ല. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയുള്ള ഹൃദയം, അലിയുന്ന ഹൃദയം. കർത്താവേ, എനിക്ക് അപ്രകാരമുള്ളൊരു ഹൃദയം തരണമേ. അടുത്ത് നമ്മൾ കാണുന്നത് ധൈര്യത്തോടെ പറയുന്ന അധരങ്ങളാണ്. നമ്മുടെ അധരങ്ങൾ, പലർക്കും കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും പറയാനുള്ള ഒരു ധൈര്യമില്ല. ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കും? ഞാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ശിഷ്യന്മാർക്ക് ഇതുണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8:1 കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ തുടങ്ങി സകല ജാതികൾ എൻ്റെ സാക്ഷികളാകും. നമ്മുടെ സാക്ഷ്യം പറയുന്നല്ല, ക്രിസ്തുവിൻ്റെ സാക്ഷികളാകും. ഇന്ന് പലപ്പോഴും നമ്മൾ പള്ളിയിൽ സെക്കൻഡ് സാറ്റർഡേയോ ഏതെങ്കിലും മീറ്റിങ്ങിന് നമ്മുടെ സാക്ഷ്യമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ കർത്താവിൻ്റെ സാക്ഷികളാകും. പക്ഷേ സാക്ഷ്യം പറഞ്ഞപ്പോൾ വലിയൊരു കൂട്ടം വന്നു. ആദ്യം 3000, പിന്നെ 5000, അങ്ങനെ 8000 പേരടങ്ങുന്ന വലിയൊരു കോൺഗ്രിഗേഷനായി ആദ്യത്തെ സഭ തന്നെ. ആളുകളെല്ലാം ശരിക്കും സ്തോത്ര കാഴ്ച കൊണ്ടുവച്ചു. വീടുകൾ വിറ്റ് കൊണ്ടുവച്ചവരുണ്ട്. നിലങ്ങളെ, ജന്മഭൂമികളും എല്ലാം കൊണ്ട് ഈ സുവിശേഷം എങ്ങനെയെങ്കിലും, പ്രയർ ടവർ കെട്ടാനല്ല, ഈ സുവിശേഷം എങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് എത്തിക്കണം. ഈ സുവിശേഷത്തിനായിട്ട് നിൽക്കുന്നവരെ പലരും അത് സമൂഹം ഒറ്റയ്ക്കാക്കി. അപ്പം അവർക്ക് ജീവിക്കാനുള്ളത് വേണം, അവർക്ക് വിജയനമാർഗം വേറെ ഇല്ല. അങ്ങനെ എല്ലാവരും ആവശ്യമുള്ളതുപോലെ ഷെയർ ചെയ്ത് അത് സുവിശേഷത്തിനായി നിന്നു. എന്നാൽ അവർ ഒരു കോൺഗ്രിഗേഷനായിട്ട് മാത്രം നിന്നു. അപ്പോൾ കർത്താവിൻ്റെ പർപ്പസ് അതല്ല, യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലേക്കും പോകണമെന്നുള്ളതാണ്. അപ്പോൾ 1:8 അവർ മറന്നു. അതുകൊണ്ട് 8:1 വരുമ്പോഴാണ് അവിടെ നമ്മൾ വായിക്കുന്നത്, സ്തെഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. യെരൂശലേമിലെ സഭ ആരംഭിച്ചത് റോമിലല്ല, സഭ ആരംഭിച്ചത് അന്ത്യോക്യയിലല്ല, സഭ ആരംഭിച്ചത് യെരൂശലേമിലാണ്. യെരൂശലേമിലെ സഭയ്ക്ക് യെരൂശലേമിൽ ഉപദ്രവം ഉണ്ടായി. ആരാൽ? മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, ഇവരാണ് ഉപദ്രവിച്ചത്. കാരണം അവിടെ ഒരു മോശയുടെ ന്യായപ്രമാണപ്രകാരമുള്ള യാഗങ്ങളും വഴിപാടുകളും ഉപവാസ പ്രാർത്ഥനകളും എല്ലാം ദേവാലയം നടക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ വളർത്താൻ തുടങ്ങിയപ്പോൾ യെരൂശലേമിലെ സഭയ്ക്ക് യെരൂശലേമിലെ ദേവാലയത്തിൽ നിന്നും പള്ളികളിൽ നിന്നും പ്രശ്നം വന്നു. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. 4-ാം വാക്യം, ചിതറിപ്പോയവർ ആകെ പരിഭ്രാന്തരായി തീരുന്നല്ല, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു. ധൈര്യത്തോടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ അധരങ്ങൾ കർത്താവിനായി തുറക്കുന്നതിൽ
സുവിശേഷത്തിനായി തുറക്കുന്നതിൽ എത്രമാത്രം ശക്തമായിരിക്കുന്നു എന്ന് ഗൗരവമായി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വയറ്, അതെ, വയറെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ്. അപ്പോൾ ആത്മീകമായി നമ്മൾ നോക്കുമ്പോൾ വളരെ ഗൗരവമായി സൂക്ഷിക്കേണ്ട ഒന്നാണ് ഈ വയറെന്ന് പറയുന്നത്. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം നമ്മൾ നോക്കുമ്പോൾ ചിലർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാനിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുകയാണ്. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, അവർക്ക് ലജ്ജായ കാര്യങ്ങളിൽ മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ക്രൂശിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ജഡത്തിന്റെ രാഗമോഹങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യും. അവരുടെ ലക്ഷ്യം വയറ്റിപ്പഴപ്പാണ്. അതെ, ഇത് മാറിയേ തീരൂ. ദൈവസന്നിധിയിൽ അതേ നമ്മുടെ ജഡീക സുഖങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ലജ്ജായ കാര്യങ്ങൾ ലജ്ജയായി തന്നെ കണ്ടുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നതിൽ മുൻഗണന കൊടുക്കണം. ഞാൻ അതിന് ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് ലേഖനം 16-ാം അധ്യായം നോക്കുക. എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യത്തെ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ പറയുന്നത്. റോമർക്ക് ലേഖനം 16-ാം അധ്യായം 17 മുതൽ 17-18. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ, നോക്കണേ, പഠിക്കണമെങ്കിൽ പഠിച്ചതേ പാടൂന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുന്നത്. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് വഞ്ചിക്കുന്ന ശുശ്രൂഷകൾ, വയറിനെ സേവിക്കുന്നു. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല എന്ന് ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാലുകളാണ്, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളാണ് നമ്മളിങ്ങനെ ചിന്തിക്കുക. എങ്ങനെ നമുക്കൊരു ആത്മാക്കളെ നേടുന്ന ഒരു യഥാർത്ഥ ദൈവവേദലായിരിക്കാം. നമ്മുടെ കണ്ണുകളുടെ ശരിയായ കാഴ്ച, നമ്മുടെ ചെവികളുടെ ശരിയായ കേൾവി, അതുപോലെ നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ഉമ്പുന്ന കരങ്ങളായി, നമ്മുടെ മനസ്സലിവുള്ള ഹൃദയമായി, ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി സാക്ഷിക്കുന്ന അധരങ്ങളുള്ളവരായി. അതെ, ദൈവവേലയിൽ ലക്ഷ്യം ഉദരപൂർണമല്ല, കർത്താവിൻ്റെ മഹത്വമാണ്. അതെ, അത് ലക്ഷ്യമാക്കി ജീവിക്കാനായി നമ്മുടെ കാലുകൾ സുവിശേഷത്തിനായി ഓടുക മാത്രമല്ല, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തുന്നതിൻ്റെ അടയാളമായി മുട്ടുകുത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് മാതൃക വച്ചിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. ലൂക്കോസ് 22:41 യേശു ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേർ ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നിട്ട് ഇങ്ങനെയൊക്കെ എഴുതണേ. യേശു കല്ലേർ ദൂരം വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയാൽ പോരെ? അതാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. യേശു മുട്ടുകുത്തേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ കർത്താവ് നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ആ വിനയം. എബ്രായർക്ക് ലേഖനത്തിൽ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ലേഖനത്തിലൂടെ ഇപ്രകാരമാണ് എഴുതുന്നത്.
ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യും. വചനമാണല്ലേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവജനം എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ഒരു ദൈവഭയവുമില്ല. യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ മറുപടി ശിഷ്യന്മാർ ശ്രദ്ധിച്ചപ്പോൾ യേശുവിന്റെ ഭയഭക്തി. ഒരിക്കൽ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നമുക്ക് നോക്കുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയ്ക്കും അവരുടെ പ്രാർത്ഥനയ്ക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവർ ന്യായപ്രമാണ പ്രകാരമുള്ള ചൊല്ലുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ യേശുവിന്റെ പ്രാർത്ഥന അവിടെ ഒരു വായനയില്ല. ഹൃദയത്തിൽ നിന്ന് ഉള്ള പ്രാർത്ഥനയാണ്, നിലവിളിയാണ്, കരച്ചിലാണ്. പരിശുദ്ധാത്മാവിൽ ഈ നാളുകളിൽ പ്രാർത്ഥിപ്പാൻ നമ്മൾ ആത്മാവിനാൽ ശക്തീകരിക്കണം. ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, മുട്ടുകുത്തുന്നതിലല്ല, ആ മനോഭാവം. ഇന്ന് പലർക്കും മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതികളെല്ലാം ആ രീതിയിലാണ്. അതെല്ലാം കർത്താവ് അറിയുന്നു. പക്ഷെ ദൈവഭയത്തോടെ ഉറച്ച നിലവിളിയോടെ കർത്താവ് പ്രാർത്ഥിച്ചു. അതെ, പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതൽ 4 വരെ. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതൽ 4 വരെ. എന്നാൽ സകല മനുഷ്യർക്കും നമ്മൾ സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. നമുക്കറിയാവുന്നുള്ളൊരു വചനമാണ്, അതുകൊണ്ട് അതിൽ കൂടുതൽ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. അടുത്ത സകല മനുഷ്യരും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം. എന്താണ് സത്യമെന്ന് അറിയണം. അപ്പോൾ അതിനായി പ്രാർത്ഥിക്കുക. അങ്ങനെ യഥാർത്ഥമായി ഒരു മിഷണറി ക്രിസ്ത്യാനിയായി നമ്മൾ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കുന്നവരും മാത്രമല്ല, ചില ആത്മാക്കളെങ്കിലും നേടത്തക്കവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കാഴ്ചയിലും കേൾവിയിലും അതുപോലെ തന്നെ അനുഗ്രഹിക്കുന്ന കരങ്ങളായി, മനസ്സലിവുള്ള ഹൃദയങ്ങളായി, അതേ ദൈവസന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്തി അവൻ്റെ സന്നിധി നമുക്ക് ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പഴയൊരു പാട്ടിൻ്റെ ചില വരികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. സർവവും കാഴ്ച വെച്ചേശുവിൻ പാദത്തിൽ സാഷ്ടാംഗം വീണങ്ങു വന്നിച്ചിടുന്നു ഞാൻ. സർവനിനാവുകളും എൻ വാക്കും സർവക്രിയകൾ കൂടെയും കൺമുൻപിൽ എന്തിനം മുഴുവനും നിമിഷങ്ങൾ അഖിലവും നിന്തിരു മുൻപിൽ ബലിയായി ഞാൻ വയ്ക്കുന്നു. കരങ്ങൾ നിൻ ആജ്ഞകളെ ചെയ്തങ്ങു, കാലുകൾ നിൻ വഴിയിൽ ഓടട്ടെ. അതെ, നമ്മുടെ എല്ലാ അവയവങ്ങളെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ നരകാഗ്നിയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ സുവിശേഷത്താൽ പിടിച്ചെടുക്കേണ്ടതിന് എന്നെ ശക്തീകരിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് കുമാർ സാർ പ്രാർത്ഥിക്കാം. വലിയ
ബലവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, പിതാവേ, ദൈവമേ, ഈ തിങ്കളാഴ്ച ദിവസം അടിയങ്ങൾക്ക് അനുകരിക്കപ്പെട്ട വചനം കേൾക്കുവാനും ആത്മാവിൻ്റെതായ ചിന്തകള് ആഴമായി അടിയങ്ങൾക്ക് അനുഭവിക്കാനും തന്നെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതാത്ത ദൈവമേ, ജാതികളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം അയച്ചെന്ന് ഞങ്ങൾ വചനത്തിലൂടെ പഠിച്ചല്ലോ നാഥ. ദൈവമേ, ഇന്നത്തെ കൂട്ടായ്മയിലായിരിക്കുന്ന അടിയങ്ങൾ ഓരോരുത്തരും അടിയങ്ങളുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥമായ ദാനം അടിയങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് അടിയങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഇന്നത്തെ വചന ചിന്ത അടിയങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം നാഥ. യഥാർത്ഥമായി അടിയങ്ങൾ ആത്മാവിൽ ജനിച്ച ഒരു അനുഭവം ഞങ്ങൾക്ക് നൽകണം നാഥ. ദൈവമേ, അടിയങ്ങളുടെ ജീവിതത്തിലെ അടിയങ്ങളുടെ ശരീരത്തിലെ ഞങ്ങളുടെ അടിയങ്ങളുടെ എല്ലാ അവയവങ്ങളും ദൈവമേ അങ്ങയുടെ ആത്മാവിന് പ്രവർത്തിക്കാനുള്ള അവയവങ്ങളാണെന്ന് അടിയങ്ങൾ ഉണർന്നുകൊണ്ട് ദൈവമേ പൂർണ്ണമായി അടിയങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നാഥ. ദൈവമേ, അടിയങ്ങള് കേൾക്കേണ്ട വചനം ദൈവമേ അങ്ങയുടെ ശബ്ദം വചനത്തിലൂടെ യഥാർത്ഥമായി അടിയങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവമേ, വിതയ്ക്കുന്നവരുടെ ഉതുപമേലെ അങ്ങ് പറഞ്ഞു ദൈവമേ, വചനം ധാരാളമായി കേൾക്കുന്നുവെങ്കിലും അത് എത്ര എണ്ണം അടിയങ്ങളുടെ ജീവിതത്തിൽ കേട്ട് അടിയങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അടിയങ്ങൾക്ക് സാധിക്കുന്നു എന്ന് അടിയങ്ങൾ തിരിഞ്ഞു നോക്കുവാൻ അടിയങ്ങടിയാക്കണം നാഥ. ദൈവമേ, അടിയങ്ങൾക്ക് ചുറ്റും അനേകം അനീതിയും അസ്വസ്ഥതകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ദൈവമേ, അങ്ങ് അടിയങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് പോലെ അടിയങ്ങൾ കാര്യങ്ങൾ കാണുവാൻ അടിയങ്ങളുടെ കണ്ണുകളെ അങ്ങ് ഉണർത്തണം നാഥ. ദൈവമേ, അടിയങ്ങളുടെ ചുറ്റും അനേകര് നിത്യാഗ്നിയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ദൈവമേ, അടിയങ്ങളുടെ ചുറ്റുമാക്കിയിരിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളെ എല്ലാം അടിയങ്ങൾ കണ്ണു തുറന്ന് കാണുവാനും ആത്മാവിന്റെ പ്രകാശത്തിൽ അടിയങ്ങള് അവരെ കുറിച്ച് താരത്തോടുകൂടെ ചിന്തിപ്പാനും അടിയങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം നാഥ. ദൈവമേ, അടിയങ്ങളുടെ അധരങ്ങളിലൂടെ അടിയങ്ങള് അങ്ങയുടെ മഹത്വത്തിനായി ആത്മാവിന്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുവാനും ആത്മഭാരത്തോടുകൂടെ അനേകരെ കരുതുവാനും അടിയങ്ങൾ ഓരോരുത്തരും ശക്തീകരിക്കണം നാഥ. ദൈവമേ, അടിയങ്ങൾക്ക് സത്യത്തിന്റെ പരിജ്ഞാനത്തിലെ അടിയങ്ങളെ നാൾതോറും വളർത്തുകയും ദൈവമേ അങ്ങയ്ക്കായി അടിയങ്ങൾ പ്രകാശിപ്പാൻ അങ്ങ് ഇടയാക്കണം നാഥ. ദൈവമേ, അടിയങ്ങളുടെ കാലുകൾ അങ്ങയ്ക്കായി ഓടുവാനും ദൈവമേ പ്രാർത്ഥനയിലെ അങ്ങയുടെ മുമ്പില് വിനയത്തോടുകൂടെ ആയിരുന്ന അങ്ങയിൽ നിന്ന് ആലോചന പ്രാപിച്ച് അടിയങ്ങൾ നാൾതോറും അങ്ങയുടെ മഹത്വത്തിനായി ജീവന്റെ വെളിച്ചത്തിൽ അനേകരെ അങ്ങയിലേക്ക് ആകർഷിപ്പാൻ അടിയങ്ങളെ അങ്ങ് ശക്തീകരിക്കണം നാഥ. ദൈവമേ, അടിയങ്ങളുടെ ജീവിതങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിക്കണം നാഥ. ദൈവമേ, ചുരുക്കം ചിലരായി അടിയങ്ങളായിരിക്കുന്ന ഈ കൂട്ടായ്മയില് ദൈവമേ ഇന്നത്തെ ദിവസം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു ആത്മീയ അനുഭവത്തിന്റെ വെളിച്ചത്തിലേക്ക് നടത്തണം നാഥ. ദൈവമേ, വചനം സംസാരിച്ച പ്രിയമകനെ അങ്ങയുടെ കരങ്ങളിലെ ആത്മാവിന്റെ ബലത്തിൽ അങ്ങ് ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം നാഥ. ദൈവമേ, കേട്ട ഒരു വചനവും അടിയങ്ങളുടെ ജീവിതങ്ങളിൽ അത് വൃഥാവായി പോകാതെ പാറമേൽ വീണതുപോലെ അല്ല 30, 100 മേനി 60, 100 മേനി വിളയുന്ന വചനങ്ങളായി രൂപാന്തരപ്പെടുവാൻ നല്ല നിലമായി അടിയങ്ങളുടെ മനസ്സുകളെയും ആത്മാക്കളെയും അങ്ങ് ക്രമീകരിക്കണമേ എന്ന് യാചിക്കുന്നു നാഥ. ദൈവമേ, ഈ രാത്രി അടിയങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി തരണം നാഥ. ദൈവമേ, അടിയങ്ങള് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുന്നവരല്ല, വയറിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഭാരങ്ങളെ കുറിച്ച് മാത്രം ഭാരപ്പെടുന്നവരായിട്ടല്ല നാഥ. ദൈവമേ, ആത്മാവ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനും അങ്ങ് അടിയങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും ദൗത്യവും അങ്ങയുടെ ദൈവിക സമാധാനത്തിലും സന്തോഷത്തിലും നാൾതോറും വളരുവാനും ഘോഷത്തിൽ നാൾതോറും അടിയങ്ങൾ ജീവിപ്പാനും അടിയങ്ങൾ ഓരോരുത്തരും ശക്തീകരിക്കണം നാഥ. ബലഹീനതകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു നാഥ. അടിയങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അങ്ങ് സർവ്വവല്ലഭനായി അടിയങ്ങളോട് കൂടെ ഇരുന്ന് നാൾതോറും നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം നാഥ. ദൈവമേ, കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഭാരങ്ങളെല്ലാം അങ്ങയുടെ മുന്നിൽ ഇറക്കി വെച്ച് അങ്ങയിൽ നിന്നുള്ള നിത്യത്തിലും സമാധാനത്തിലും എല്ലാ കാര്യങ്ങളും അങ്ങ് അടിയങ്ങളെ പരിപാലിച്ച് വരി നടത്തണമെന്ന് യാചിക്കുന്നു നാഥ. ദൈവമേ, ആദ്യവസാനം അങ്ങയുടെ കൃപ കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനങ്ങൾ അടിയങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിപ്പാൻ അങ്ങ് കൃപ ചെയ്യണം നാഥ. ആത്മാവിന്റെ വെളിച്ചത്തിലെ വചനം മനസ്സിലാക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ അടിയങ്ങൾ നാൾതോറും വളരുവാനും അടിയങ്ങൾ ശക്തീകരിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യണം നാഥ. യേശു മശിഹാമിലും പ്രാർത്ഥന ജപിക്കുന്ന സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എന്നേക്ക് നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.